Next is balanced under reinforced and over reinforced section. Okay, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും ക്വസ്റ്റ്യൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓക്കെ ഓൾ ത്രൂ ഔട്ട് നമ്മൾ എക്സാമിനല്ലാതെ ഈ ഡിസൈനിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ബാലൻസ്ഡ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ഓക്കെ ആൻഡ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. സോ ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പോൾ നമുക്കറിയാം നമുക്ക് രണ്ട് മെറ്റീരിയലാണ് വി ആർ യൂസിങ് ഇൻ RCC സ്ട്രക്ചേഴ്സ്. വൺ ഈസ് കോൺക്രീറ്റ്, അതർ ഈസ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് മെറ്റീരിയലാണ് ഫസ്റ്റ് ഫെയിൽ ആക്കുക? ഓക്കെ, സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ മോഡ് ഓഫ് ഫെയിലിയർ, അതായത് എൻ്റയർ എലമെൻറ്റിൻ്റെ മോഡ് ഓഫ് ഫെയിലിയർ. ഓക്കെ, സോ ബാലൻസ്ഡ് സെക്ഷൻ ആണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു ബാലൻസ്ഡ് സെക്ഷൻ എടുക്കുക എന്ന് വെച്ചാൽ എന്താ? അതിലുള്ള ടെൻഷൻ സോണിൽ സ്റ്റീലും ഉണ്ട്, കംപ്രഷൻ സോണിൽ കോൺക്രീറ്റും ഉണ്ട്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ മാക്സിമം കംപ്രഷൻ നമുക്കറിയാം 0.0035 ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റീലിന് മാക്സിമം സ്ട്രെയിൻ വാല്യൂ ഉണ്ട്. ഓക്കെ, സോ മിനിമം നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, അതുപോലെ സ്റ്റീലിന് മാക്സിമം ഒരു സ്ട്രെയിൻ വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ മാക്സിമം വാല്യൂ എത്തിക്കഴിയുമ്പോഴാണ് ഇറ്റ് വിൽ ബി ഫെയിൽ ആകുന്നത്. അപ്പോൾ ഈ സെക്ഷൻസ് വെൻ ടെൻഷൻ സ്റ്റീൽ റീച്ചസ് ഈൽഡ് സ്ട്രെയിൻ ആൻഡ് കോൺക്രീറ്റ് റീച്ചസ് ഫെയിലിയർ സ്ട്രെയിൻ സൈമിൾട്ടേനിയസ്ലി. അതായത് ഈ ബെൻഡിങ് ആകുമ്പോഴത്തേക്കും രണ്ടും, അതായത് ടെൻഷൻ സോണിലെ സ്റ്റീലും കംപ്രഷൻ സോണിലെ കോൺക്രീറ്റും വെൻ ദേ ആർ റീച്ചിങ് ദെയർ ലിമിറ്റ്. ഓക്കെ, അതായത് ആ ലിമിറ്റ് ഫെയിലിയർ ലിമിറ്റ് എത്താൻ നേരത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട്, അതായത് ഒരേപോലെയാണ് എത്തുന്നതെങ്കിൽ ദാറ്റ് ഈസ് ബാലൻസ്ഡ് സെക്ഷൻ. ഓക്കെ, ക്ലിയർ? അതാണ് ബാലൻസ് സെക്ഷൻ, അതായത് രണ്ടും ഒരേപോലെ ആയിരിക്കും ഫെയിൽ ആകുക. സോ ദറ്റ് ഈസ് ബാലൻസ് സെക്ഷൻ. അഗെയിൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് വെച്ചാൽ, സോ നമ്മൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ആസ് നെയിം പറയുന്ന പോലെ തന്നെ വി ആർ പ്രൊവൈഡിങ് റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കുറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ഏരിയ ഓഫ് സ്റ്റീല് കുറവായിരിക്കും, അതായത് ക്രിട്ടിക്കൽ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിനേക്കാളും കുറവായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ ഓഫ് സ്റ്റീൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള സെക്ഷനിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഏതായിരിക്കും ഫെയിൽ ചെയ്യുന്നത്? വി ആർ പ്രൊവൈഡിങ് ഏരിയ ഓഫ് സ്റ്റീൽ മച്ച് ലെസർ ദാൻ ദി ഏരിയ ഓഫ് ദി ക്രിട്ടിക്കൽ സ്റ്റീൽ. ഓക്കെ, ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ക്രിട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിനേക്കാളും കുറച്ചാണ് കൊടുക്കുന്നത്. സോ ദ ടെൻഷൻ സ്റ്റീലാണ് ആദ്യം സ്ട്രെയിൻ ആകുന്നത്. ഓക്കെ, അതിൻ്റെ സ്ട്രെയിൻ ലിമിറ്റ്. ഓക്കെ, ടെൻഷൻ സ്റ്റീൽ ഇൻ ദ ടെൻഷൻ സോൺ വിൽ റീച്ച് ഇറ്റ്സ് സ്ട്രെയിൻ. അതായത് ആദ്യം ഡീഫോമേഷൻ. ഓക്കെ, അതായത് ആ ഡീഫോമേഷൻ്റെ മാക്സിമം എത്തുന്നത് ആരായിരിക്കും? സ്റ്റീലായിരിക്കും. ഓക്കെ, കാരണം കോൺക്രീറ്റ് ഹാസ് ഗോട്ട് കംപ്രഷൻ എടുക്കാനായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ട്, പക്ഷേ സ്ട്രെയിൻ ലിമിറ്റ് എത്തിയിട്ടില്ല. ബിക്കോസ് നമ്മൾ വേണ്ടതിനേക്കാളും കുറച്ചാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ്? അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും? ആദ്യം ഫെയിൽ ആകുന്നത്, അല്ലെങ്കിൽ ആദ്യം സ്ട്രെയിൻ ലിമിറ്റ് എത്തുന്നത് സ്റ്റീലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് സ്റ്റീലിൻ്റെ കാരണം, അതായത് ടെൻഷൻ സോണിൽ സ്റ്റീൽ കാരണമായിരിക്കും ഫെയിലിയർ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഫെയിലിയർ ഉണ്ടാകാൻ കാരണം ടെൻഷൻ സോണിൽ സ്റ്റീൽ ഡീഫോം ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫെയിലിയർ ആണെങ്കിൽ അത് കുഴപ്പമില്ല, കാരണം നമുക്ക് സഫീഷ്യൻറ്റ് വാർണിങ്സ് തരും. കാരണം സ്റ്റീലല്ലേ അതായത് ഒരു സ്റ്റീലിൻ്റെ ഫെയിലിയർ നമുക്കറിയാം ഡക്റ്റൈൽ മോഡ് ഫെയിലിയർ ആണ്. സോ സഫീഷ്യൻറ്റ് വാർണിങ്സ് തരും. ഓക്കെ, സ്റ്റീൽ ഈൽഡ് ആകുമ്പോഴത്തേക്ക് കോൺക്രീറ്റ് ക്രാക്സ് ഒക്കെ ഫോം ചെയ്യും. അങ്ങനെ സഫീഷ്യൻറ്റ് വാർണിങ്സ് തന്നതിന് ശേഷം മാത്രമേ, ഓക്കെ, ലൈക്ക് ക്രാക്കിംഗ്, ഡിഫ്ലക്ഷൻ, അങ്ങനെ വാർണിങ്സ് തന്നതിന് ശേഷം മാത്രമേ ഫെയിലിയർ, അതായത് കംപ്ലീറ്റ് ഫെയിലിയർ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ് വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി റെക്കമെൻഡഡ്. ബാലൻസ് സെക്ഷനാണ് റെക്കമെൻഡഡ്. ഓക്കെ, അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഈസ് ഓൾസോ ഓക്കെ, ബിക്കോസ് അതിന് ഫെയിലിയർ ഉണ്ടാവുമെങ്കിലും ഇറ്റ് ഈസ് വാട്ട് ഡക്റ്റൈൽ മോഡ് ഫെയിലിയർ ആയിരിക്കും. അഗെയിൻ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ്. ഓക്കെ, സോ ഇതൊരു കോമൺ ഇതാണ്. അതായത് നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ ഏരിയ കൂട്ടിക്കൊടുത്താൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകും. അതായത് ക്രിട്ടിക്കൽ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിനുണ്ട്, അതിലും കൂട്ടി അതിലും ഓവറായിട്ട് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ, അതായത് ഇപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തതിലും കൂടുതൽ സ്റ്റീൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഓക്കെ, സോ അങ്ങനെ വരാൻ നേരത്ത് ഇപ്പോൾ സ്റ്റീൽ
അതായത് ടെൻഷൻ സോണിൽ ഒരു കുഴപ്പമില്ല, ടെൻഷൻ സോണിൽ സ്റ്റീലുണ്ട്, സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. ഓക്കെ, അതുകൊണ്ട് ആദ്യം ഫെയിൽ ആകുന്നത് ഏത് പോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആദ്യം സ്ട്രെയിൻ, അതിൻ്റെ മാക്സിമം സ്ട്രെയിൻ റീച്ച് ചെയ്യുന്നത് കോൺക്രീറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഫെയിലിയർ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് റീച്ച്ഡ് ഏർലിയർ ദാൻ ദ ഈൽഡ് സ്ട്രെയിൻ ഓഫ് സ്റ്റീൽ. സ്റ്റീല് അതിൻ്റെ സ്ട്രെയിൻ ലിമിറ്റ് എത്തുന്നതിന് മുമ്പ് കോൺക്രീറ്റ് സ്ട്രെയിൻ ലിമിറ്റിലെത്തും. കാരണം സ്റ്റീലിന് കുഴപ്പമില്ല, ഒത്തിരി കൂടുതൽ സ്റ്റീലുണ്ട്. ഓക്കെ, ആദ്യം ഫെയിൽ ആകുന്നത് അല്ലെങ്കിൽ ഫെയിലിയർ ലിമിറ്റിൽ എത്തുന്നത് ആരായിരിക്കും, കോൺക്രീറ്റ് ആയിരിക്കും. അതുകൊണ്ട് എന്താ പറ്റുന്നത്, കോൺക്രീറ്റിൻ്റെ ഫെയിലിയർ നമുക്കറിയാം ബ്രിട്ടിൽ ഫെയിലിയർ ആണ്. സോ കോൺക്രീറ്റ് വിൽ സഡൻലി ഫെയിൽ. ഓക്കെ, സോ ബ്രിട്ടിൽ ഫെയിലിയർ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതാകുമ്പോൾ സഡൻ ഫെയിലിയർ ആണ്, നോ വാർണിങ്സ്. സോ ഒരിക്കലും കോഡ് റെക്കമെൻഡ് ചെയ്യാത്ത ഒരു സെക്ഷനാണ് ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ. ഇറ്റ് ഈസ് നെവർ റെക്കമെൻഡഡ് ബൈ എനി കോഡ്. ഓക്കെ, ക്ലിയർ? സോ ഇതാണ് 3 സെക്ഷൻസ്: ബാലൻസ്ഡ് സെക്ഷൻ, നോട്ട് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആൻഡ് ഓവർ റീഇൻഫോഴ്സ്ഡ്. ബാലൻസ് സെക്ഷൻ എന്ന് വെച്ചാൽ where that both are simultaneously reaching their strain limits. Okay, under reinforced reinforcement steel reinforcement കുറവാണ് കൊടുക്കുന്നത്. So steel will reach its yield strain much earlier than that of concrete. So steel ആണ് ആദ്യം ഫെയിൽ, അതിൻ്റെ സ്ട്രെയിൻ ലിമിറ്റ് എത്തി ഫെയിൽ ആകുന്നത്. സോ ഇറ്റ് വിൽ ബി എ ബ്രിട്ടിൽ ഡക്റ്റൈൽ ഫെയിലിയർ. സോ കുഴപ്പമില്ല. ഓക്കെ, സഫീഷ്യൻറ്റ് വാർണിങ്സ് ഒക്കെ തന്നിട്ടേ ഫെയിൽ ഉണ്ടാവുള്ളൂ. വെറാസ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിലാണെങ്കിൽ കോൺക്രീറ്റ് വിൽ റീച്ച് ഇറ്റ്സ് ലിമിറ്റ് ഫസ്റ്റ്, സ്ട്രെയിൻ ലിമിറ്റ് earlier than that of steel. ആൻഡ് അങ്ങനെയുള്ള കേസിൽ എന്ത് പറ്റും, കോൺക്രീറ്റ് ബീങ് എ ബ്രിട്ടിൽ മെറ്റീരിയൽ, അത് ബ്രിട്ടിൽ ഫെയിലിയർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, സോ വിതൗട്ട് എനി വാർണിങ്സ് ദർ വിൽ ബി ഫെയിലിയർ. സോ അങ്ങനെയുള്ള ഒരു സെക്ഷൻ ഈസ് നോട്ട് റെക്കമെൻഡഡ് ബൈ അവർ കോഡ്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ബിക്കോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പോർഷനാണ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നിങ്ങൾക്ക് കാണാം ഇത് മൂന്നിൻ്റെയും ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ഫിഗേഴ്സ്. സോ ബാലൻസ്ഡ് സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റെക്കമെൻഡഡ് ആയിട്ടുള്ള AST കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ക്രിട്ടിക്കൽ, ദിസ് ഇസ് ദ ന്യൂട്രൽ ആക്സിസ്, ആക്ച്വൽ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ആണിത്. സോ ഈ ഒരു കേസിൽ എന്താ, ഫസ്റ്റ് രണ്ടും ഒരുമിച്ച് തന്നെയാണ് സ്ട്രെയിൻഡ് ആകുന്നത്. ഓക്കെ, സോ XU ഈക്വൽ ടു XU മാക്സ്. ഓക്കെ, XU മാക്സ് എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ആണ് XU മാക്സ്. XU എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ന്യൂട്രൽ ആക്സിസ് തുടങ്ങി എക്സ്ട്രീം ഫൈബറിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ. അതുകൊണ്ട് ഫെയിലിയർ ഒക്കേഴ്സ് ബൈ yielding steel and concrete simultaneously. Again, under reinforced സെക്ഷനിൽ what is it? ഓക്കെ, ഈ പോർഷൻ ഇവിടെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണ്, അതായത് ക്രിട്ടിക്കലിനേക്കാളും കുറവ് ഏരിയ ഓഫ് സ്റ്റീലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, ഇത് ഫസ്റ്റ് സ്ട്രെയിൻഡ് ആകും. ഓക്കെ, അതായത് ശരിക്കും നമുക്ക് വേണ്ടത് ഈ ഇതായിരുന്നു ഈൽഡ് സ്ട്രെയിൻ, പക്ഷെ അതിന് ഓക്കെ ഈ ഒരു സ്ട്രെയിനിൽ തന്നെ ഫെയിൽ ആകും. ഓക്കെ, സോ ദാറ്റ് ഈസ് okay, so that is ES that is greater than that yield strain. So നേരത്തെ earlier ആയിട്ട് റീച്ച് ചെയ്യും, അതുകൊണ്ട് എന്താ പറ്റുന്നത്, so what happened, ductile failure. okay, ഇവിടെ XU എന്ന് പറഞ്ഞാൽ XU will be less than XU max. so ഈ ഒരു ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ഇവിടെയാണ് കൂടുതൽ, അതായത് ഈ ഒരു സോണിലായിരിക്കും ടെൻഷൻ ഫെയിലിയർ ഉണ്ടാകുന്നത്. അതായത് ഇതിപ്പോൾ ഈക്വൽ ആണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ ഓക്കെ ഫസ്റ്റ് ഇതിങ്ങനെ സ്ട്രെയിൻ ആയെങ്കിൽ എന്ത് പറ്റും, ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഓക്കെ ഇറ്റ്സ് ന്യൂട്രൽ ആക്സിസ് വിൽ ചേഞ്ച്. ഓക്കെ, ഇറ്റ്സ് ന്യൂട്രൽ ആക്സിസ്, അതായത് ഈ ഒരു പോർഷനാണ്, ഈ ന്യൂട്രൽ ആക്സിസ് ഇങ്ങനെ ചേഞ്ച് സംഭവിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഷോൺ ഹിയർ, ന്യൂട്രൽ ആക്സിസിന്. അപ്പോൾ എന്ത് പറ്റും, ഈ ഒരു പോയിന്റിലേക്ക് വരും അല്ലേ, ഈ ഒരു പോയിന്റിലേക്ക് വരും XU, അതായത് ഈ XU മാക്സിനേക്കാളും കുറഞ്ഞൊരു പോയിന്റിലേക്ക് വരും XU. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ഫെയിലിയർ സംഭവിക്കുക. ക്ലിയർ? അഗെയിൻ ഇവിടെ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും, ആദ്യം ഏത് ഫെയിലിയർ ആകുന്നത്, ഏത് റീച്ച് ചെയ്യും, ദിസ് വിൽ റീച്ച്. അപ്പോൾ ഈ സ്റ്റീല് റീച്ച് ചെയ്യുന്നതിന് മുമ്പാണ് സ്റ്റീൽ അതിൻ്റെ ഇതാണ് ഈ ഒരു ഡാഷ്ഡ് ലൈൻസ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ആക്ച്വൽ. ഓക്കെ, ഈ ഒരു പോർഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇതാണ് ആക്ച്വൽ ലിമിറ്റ്, ആക്ച്വൽ രണ്ടും സെയിം ആയിട്ട്. ഓക്കെ, ഇതിലും കൂടുതൽ
മൂവ് ചെയ്തു. ഓക്കെ, ഇതിനേക്കാളും കൂടുതൽ സ്ട്രെയിൻഡ് ആയി. അതായത് ഫസ്റ്റ് ഇത് സ്ട്രെയിൻഡ് ആയി. സോ ഇത് ഇങ്ങനെ വരയ്ക്കണം. വി ആർ ഡ്രോയിങ് ഇറ്റ് ലൈക്ക് ദിസ് അല്ലേ. അപ്പോൾ എന്ത് പറ്റും, ഈ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ശരിക്കുള്ള ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസിൻ്റെക്കാളും ടോപ്പിലായിരിക്കും. ഓക്കെ, അതായത് എക്സ് യു വിൽ ബി ലെസ് ദാൻ എക്സ് യു മാക്സ്. ഓക്കെ, ആൻഡ് ഹിയർ ഓവർ ഇൻഫോഴ്സിൽ നേരെ ഓപ്പോസിറ്റ്. So next is depth of neutral axis at ultimate failure of the beam. അപ്പോൾ നമ്മൾ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു നേരത്തെ. എക്സ് ബൈ ഡി ഇസ് ഈക്വൽ ടു, അതായത് ടെൻഷനും കംപ്രഷനും ഈക്വൽ ആക്കിക്കൊണ്ട്. ഓക്കെ, പക്ഷേ അറ്റ് അൾട്ടിമേറ്റ് ഫെയിലിയർ ഓഫ് ദി ബീമിൻ്റെ അൾട്ടിമേറ്റ് ഫെയിലിയറിൽ, അപ്പോൾ നമ്മളിവിടെ അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റീല് റീച്ച് 0.87 FY സ്റ്റീലായിരിക്കും ആദ്യം ഈ ഒരു ലിമിറ്റിലേക്ക് എത്തുന്നത്, ഈ സ്ട്രെസ്സിലേക്ക്, ഈൽഡ് സ്ട്രെസ്സിലേക്ക് റീച്ച് ചെയ്യുന്നത്, റൈറ്റ്. സോ എന്തായിരിക്കും ഫെയിലിയറിൽ അൾട്ടിമേറ്റ് ഫെയിലിയർ ഓഫ് ദി ബീം? അല്ലാതെ ഓവർ റീൻഫോഴ്സ്ഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇഫ് യു ആർ ടേക്കിംഗ് ദ അൾട്ടിമേറ്റ് ഫെയിലിയർ ഓഫ് ദി ബീം വി ക്യാൻ, അതായത് ഈ FST ഇത് നേരത്തെയുള്ള ഇക്വേഷനാണ് കേട്ടോ. നേരത്തെയുള്ള ഇക്വേഷനിൽ ഈ FSTക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 0.87 FY. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് അറ്റ് അൾട്ടിമേറ്റ് ഫെയിലിയർ ഓഫ് ദി ബീം. ഡെപ്ത്, ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് അറ്റ് അൾട്ടിമേറ്റ് ഫെയിലിയർ, അതായത് സ്റ്റീൽ ആദ്യം ഫെയിൽ ആകുവാണെങ്കിൽ, ഓക്കെ, സ്റ്റീലിലുണ്ടാകുന്ന സ്ട്രെസ് എത്രയാണ്? 0.87 FY. അപ്പോൾ നമുക്ക് ഈ FSTക്ക് പകരം എന്ത് എഴുതാം? 0.87 FY. ഓക്കെ, അതായത് നേരത്തെയുള്ള ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിൽ FSTക്ക് പകരം 0.87 FY എന്ന് എഴുതി. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഇസ് ലിമിറ്റിംഗ് വാല്യൂസ്. ഓക്കെ, അഗെയിൻ ഈ എക്സ് ബൈ ഡിക്ക് ലിമിറ്റിംഗ് വാല്യൂസ് ഉണ്ട്. ദറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ IS 456. ഓക്കെ, IS 456 പേജ് 70 ക്ലോസ് 38.1 ലിമിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ FY 250 415 500, അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് FYക്ക്, ഓക്കെ, ഡിഫറെൻറ്റ് ഈൽഡ് സ്ട്രെസ്സിന് ഡിഫറെൻറ്റ് ഈൽഡ് സ്ട്രെസ്സിനുള്ള വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ് us see that. അപ്പോൾ ആ വാല്യൂ എങ്ങനെയാണ് റീച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റീൽ സ്ട്രെയിൻ അറ്റ് ഫെയിലിയർ, സ്റ്റീൽ സ്ട്രെയിൻ്റെ, ഓക്കെ, ഒരു മിനിമം ലിമിറ്റ് എത്രയായിരുന്നു? ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ മിനിമം ഇത്രയെങ്കിലും സ്ട്രെയിൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്റ്റീൽ സ്ട്രെയിൻ അറ്റ് ഫെയിലിയർ, ദാറ്റ് ഈസ് it should not be less than this one. Okay, so FY by 1.15 ES plus 0.002 അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? FYക്ക് പകരം 0.87 FY. ഓക്കെ, ദാറ്റ് ഈസ് ദ, അതായത് ഈ 1.15 പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറും കൂടെ എടുത്തിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എഗെയിൻ നമ്മൾ സ്ട്രെയിൻ ബ്ലോക്ക് എടുക്കാം. നേരത്തെ പോലെ സ്ട്രെയിൻ ബ്ലോക്ക് കൺസിഡർ ചെയ്യുക. ഓക്കെ, കോൺക്രീറ്റിൻ്റെ സ്ട്രെയിൻ ബ്ലോക്ക് നമ്മൾ എടുത്തായിരുന്നു 0.0035. ഓക്കെ, ആൻഡ് സ്റ്റീൽ എപ്സിലോൺ SU, ഇത് എപ്സിലോൺ CU ആൻഡ് ദിസ് ഇസ് എപ്സിലോൺ SU. ഓക്കെ, സോ വാട്ട് വി ക്യാൻ റൈറ്റ്, ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് എടുക്കാൻ നേരത്ത് XU by D, നമുക്ക് വേണ്ടത് XU by D ആണ് അല്ലേ, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് XU by D. എക്സ് എന്നും XU എന്ന് വെച്ചാൽ എന്താ? അൾട്ടിമേറ്റ് ഫെയിലിയറിലുള്ള പോയിന്റ്, അതായത് ഫെയിലിയറിലുള്ളതാണ് XU. ഓക്കെ, ദിസ് ഈസ് ദ ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദി ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് അറ്റ് ദി അൾട്ടിമേറ്റ് ഫെയിലിയറിലുള്ളത്. ഓക്കെ, സോ XU by D ഈസ് ഈക്വൽ ടു എപ്സിലോൺ CU. ഓക്കെ, XU എപ്സിലോൺ CU. ഓക്കെ, D, ഇപ്പോൾ D എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ രണ്ടും ആഡ് ചെയ്യുക, റൈറ്റ്. സോ XU by D ഈസ് ഈക്വൽ ടു, അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി എടുക്കുക. XU ആണെങ്കിൽ എപ്സിലോൺ CU ആൻഡ് D ആണെങ്കിൽ എപ്സിലോൺ CU പ്ലസ് എപ്സിലോൺ SU. ഓക്കെ, സോ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എപ്സിലോൺ CUൻ്റെ വാല്യൂ നമുക്കറിയാം 0.0035. സോ 0.0035 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്സിലോൺ SUൻ്റെ വാല്യൂ ദിസ് വൺ, ഇക്വേഷൻ 1. അപ്പോൾ ഈ ഇക്വേഷൻ 1ൽ FY, ഓക്കെ, FY 250 ആണെങ്കിൽ ഈ എപ്സിലോൺ SU എന്ത് വരും? 0.87 × 250 by ES പ്ലസ് ES എത്ര എടുക്കേണ്ടത്? 2 × 10⁵. ഓക്കെ, അതായത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ പ്ലസ് 0.002
എടുക്കാൻ നേരം നമുക്ക് ഇങ്ങനെ ഒരു എക്സ് യു മാക്സ് ബൈ ഡി എന്നുള്ളൊരു ലിമിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിമിറ്റിൽ ഇതാണ് എക്സ് യു മാക്സ് ബൈ ഡി. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ എക്സ് യു, ഓക്കെ, ഈ എക്സ് യു മാക്സ് ബൈ ഡി, അപ്പോൾ എക്സ് യു ഷുഡ് ബി ഓക്കെ, ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ എക്സ് യു വിൽ ബി ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ്. അപ്പോൾ അത് പെർമിറ്റ് ആകത്തില്ല അല്ലേ. അപ്പോൾ അതാണ് ലിമിറ്റ് സ്റ്റേറ്റ്. അപ്പോൾ അതിനാണ് ഈ ലിമിറ്റ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലിമിറ്റ് എക്സ് യു ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് ആയിക്കഴിഞ്ഞാൽ ദറ്റ് ഈസ് അണ്ടർ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ചെക്ക് ചെയ്യണം. ഈ ലിമിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് ദി ലിമിറ്റ്. സോ ഇതാണ് മാക്സിമം ലിമിറ്റാണ് കിട്ടിയേക്കുന്നത് എക്സ് യു മാക്സ് എന്ന വാല്യൂ ആണിത്. ഇത് വി ആർ മേക്കിംഗ് ഇറ്റ് റെസ്പെക്ട് ടു വാട്ട്, റൈറ്റിംഗ് ഇറ്റ് റെസ്പെക്ട് ടു എഫക്റ്റീവ് ഡെപ്ത്. ഇതാണ് എക്സ് യു മാക്സ് ബൈ ഡി. ക്ലിയർ? നെക്സ്റ്റ് ഈസ് എക്സ്പ്രഷൻ ഓഫ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ. മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, ഡെറിവേഷൻ. ഓക്കെ, സോ ഇൻ ടേംസ് ഓഫ് എഫ് വൈ ആൻഡ് പി, അതായത് എഫ് വൈ ഈസ് ദി സ്ട്രെസ്, സ്റ്റീലിൻ്റെ സ്ട്രെസ് വെച്ചിട്ടും അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് എഫ് വൈ ആൻഡ് പെർസെൻറ്റേജ് സ്റ്റീൽ, ഈ രണ്ട് ടേംസിലും, അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിലും, സ്റ്റീലിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ബേസിസിലും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ടേംസിലും, അതുപോലെ തന്നെ ഏരിയ ഓഫ് സ്റ്റീൽ, ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ 3 ടേംസ് എഫ് വൈയുടെ ടേംസിലും, ഓക്കെ, അതുപോലെ തന്നെ പിയുടെ ടേംസിലും, അതുപോലെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ടേംസിലും, എഫ് സി കെയുടെ ടേംസിലും, ഇങ്ങനെ 3 ടേംസിലാണ് നമുക്ക് എമ്മിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, പി ഈ 3 ടേംസിലും നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യണം. അതിന് മുന്നേ ഈ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യാൻ നേരത്ത്, ഓക്കെ, നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അനാലിസിസിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ UDL. സോ ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് എത്രയായിരിക്കും? മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഈസ് WL²/8. ക്ലിയർ? അപ്പോൾ ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ്. അതായത് നമുക്കിപ്പോൾ എന്ത് കണ്ടീഷനാണ് ഉള്ളത്? ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, വി ആർ ഗിവൺ ദി ലെങ്ത്, വി ആർ ഗിവൺ ദി ലോഡ് ആക്ടിങ് ഓവർ ദാറ്റ്, വി ആർ ഗിവൺ ദ സപ്പോർട്ട്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കറിയാം ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ് എങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ മെറ്റീരിയൽ, ഓക്കെ, സോ വാട്ട് എവർ വി ആർ ഡിസൈനിങ്, നമ്മളിപ്പോൾ ഒരു RC സ്ട്രക്ചർ ആണോ അല്ലെങ്കിൽ സ്റ്റീലാണോ എന്താണെങ്കിലും ദാറ്റ്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിനു വേണ്ടി ഈ ബീമിന്, ഓക്കെ, ആ ബീമിനൊരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ആ ബീമിന് ഈ ഒരു മൊമെൻറ്റ് എടുക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, സോ മൊമെൻറ്റ്, അതിനെയാണ് നമ്മൾ മൊമെൻറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മൊമെൻറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഓർ മൊമെൻറ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, സോ ഇവിടെ നമുക്കിപ്പോൾ അനാലിസിസ് വഴിയാണ് ഈ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് വി നോ ബെൻഡിങ് ഇക്വേഷൻ ഉണ്ട്, M/I = F/Y = E/R. ഓക്കെ, ഇതിലെ ഈ M എന്തായിരുന്നു? വാട്ട് ഈസ് ദിസ് M? ദിസ് M ഈസ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, സോ ദാറ്റ് M ഈസ് വാട്ട്? മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ 2 ഡിഫറൻസും, അതായത് മൊമെൻറ്റ്, ഈ MU മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റും, ദേ ആർ 2 ഡിഫറെൻറ്റ് തിങ്സ്. ഇപ്പോൾ ഡിസൈൻ നോക്കാൻ നേരത്തെ ഏതായിരിക്കണം സ്മോളർ? ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കണോ സ്മോളർ, അതോ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കണോ സ്മോളർ? ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 25 kN/m ബെൻഡിങ് മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനെ ക്യാരി ചെയ്യാൻ അതിലും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ വേണം. ഓക്കെ, സ്ട്രെങ്ത് ഉള്ള ബീം വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. സോ ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി മൊമെൻറ്റ് ആക്ടിങ്. മൊമെൻറ്റിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം ഈ ഒരു വാല്യൂ. സോ ഇതിനെയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു ബീമിൻ്റെ അതിൽ സ്റ്റീലുണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, അപ്പോൾ ഇത് രണ്ടും അതിൽ ഇമ്പാർട്ട് ചെയ്യുന്ന ആ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി. ഓക്കെ, അഗെയിൻ വി ഹാവ് ടു സീ വാട്ട് ഈസ് ദ ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോൾ ആ മൊമെൻറ്റ് റെസിസ്റ്റൻസ് ഒരു ബാലൻസ്ഡ് സെക്ഷൻ ആണെങ്കിൽ ആ ബാലൻസ്ഡ് സെക്ഷനിലെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വി ഹാവ് ടു ഫൈൻഡ്. ഓക്കെ, സോ ലെറ്റ് us find it in terms of
എഫ് വൈയുടെ ടേംസിൽ നോക്കാം. ഓക്കെ, അഗെയിൻ വാട്ട് ഇസ് എം യു? നമ്മളിപ്പോൾ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് സെക്ഷൻ, നമുക്കറിയാം സ്ട്രെസ് ഡയഗ്രാം വി ഹാവ് ഓൾറെഡി കാൽക്കുലേറ്റഡ് ദ സ്ട്രെസ് ഡയഗ്രാം. ഓക്കെ, കംപ്രഷൻ അതുപോലെ തന്നെ ടെൻഷൻ. ഓക്കെ, കംപ്രഷൻ ടെൻഷൻ ആൻഡ് ഈ ഡിസ്റ്റൻസ് ആണ് കംപ്രഷനും ടെൻഷനും, ടോട്ടൽ കംപ്രഷൻ്റെയും ടോട്ടൽ ടെൻഷൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിവർ ആം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത് എഫ് വൈയുടെ ടേംസിൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ സെക്ഷൻ്റെ മൊമെൻറ്റ് നമുക്ക് എഫ് വൈയുടെ ടേംസിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ടേക്ക്? ടെൻഷൻ ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ടെൻഷൻ ഫോഴ്സ് ഇൻ ടു ദ ലിവർ ആം ഡിസ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ ടെൻഷൻ ഫോഴ്സ് ഇൻ ടു ലിവർ ആം ഡിസ്റ്റൻസ് എടുക്കുക. സോ ടെൻഷൻ ഫോഴ്സ് എത്രയാണെന്ന് നമുക്കറിയാം. ടെൻഷൻ ഇസ് ഈക്വൽ ടു, നേരത്തെയും നമ്മൾ പറഞ്ഞായിരുന്നു, ഓക്കെ, സ്ട്രെസ് ഇൻ ടു ഏരിയ. സ്ട്രെസ് ഇസ് 0.87 FY ഇൻറ്റു AST. സോ 0.87 FY ഇൻറ്റു AST, 0.87 FY ആണ് സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ടെൻഷൻ ആൻഡ് ഇൻ ടു ലിവർ ആം ഡിസ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ ഈ ലിവർ ആം ഡിസ്റ്റൻസ് എത്ര വരും? ലിവർ ആം ഡിസ്റ്റൻസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഒരു ടേം പറഞ്ഞത്. ദാറ്റ് ഈസ് ഈ കംപ്രഷൻ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 0.42 അല്ലെങ്കിൽ 0.416x. 0.42x ആണ് കോഡിൽ തരുന്ന വാല്യൂ. ഓക്കെ, സോ 0.42x ആണ് ഈ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഈ ടെൻഷനും കംപ്രഷനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? d മൈനസ് 0.42x അല്ലേ? സോ ഈ ഡിസ്റ്റൻസ് 0.42x, ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം, ദറ്റ് ഈസ് d. ഓക്കെ, സോ ടോട്ടൽ ദിസ് ഇസ് d. സോ d minus 0.42x, that will give you what? ലിവർ ആം ഡിസ്റ്റൻസ്. സോ d minus 0.416 അല്ലെങ്കിൽ 42 എന്നും എടുക്കാം. ഓക്കെ, XU is equal to ലിവർ ആം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലിവർ ആം ഡിസ്റ്റൻസ് XUവിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു. ഓക്കെ, വാട്ട് ഈസ് XU ബൈ D? ഓക്കെ, അപ്പോൾ XU ബൈ ഡിയുടെ വാല്യൂ നമുക്കറിയാം. അതിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്? XU എടുക്കുക. സോ ഈ D ഈ ASTയുടെ സൈഡിലേക്ക് പോകും. ഓക്കെ, ആൻഡ് ഇവിടെ ഈ രണ്ട് ഡിയും ക്യാൻസൽ ആകും. സോ വാട്ട് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ലൈക്ക് ദിസ്. അഗെയിൻ ഈ ഡി മൈനസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് 1.005 എന്ന് വരും. വി ക്യാൻ അപ്രോക്സിമേറ്റ് ഇറ്റ് ആസ് 1. ഓക്കെ, 1 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക. സോ ഡി മൈനസ് FYAST ബൈ FCK ഇൻറ്റു ബി. ഓക്കെ, സോ ദിസ് ഈസ് ദി ലിവർ ആം ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ലിവർ ആം ഡിസ്റ്റൻസിൻ്റെ കൂടെ എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലാണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കിട്ടുക? ടെൻഷൻ. ഓക്കെ, ടെൻഷൻ ഇസ് ഈക്വൽ ടു വാട്ട്? സ്ട്രെസ് ഇൻറ്റു ടെൻസൈൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ടെൻസൈൽ സ്ട്രെസ് ഓഫ് സ്റ്റീൽ നമുക്കറിയാം, ഏരിയ ഓഫ് സ്റ്റീൽ അറിയാം, ഇൻറ്റു ദിസ് ഈസ് ദ ലിവർ ആം ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ലിവർ ആം ഡിസ്റ്റൻസ് ആണിത്. ഓക്കെ, സോ ടെൻഷൻ ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് വിൽ ഗീവ് യു വാട്ട്? മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ ഇത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് FY, അതായത് സ്റ്റീലിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ടേംസിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാൻ പറ്റും? കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ടേംസിൽ എഴുതണമെങ്കിൽ കോൺക്രീറ്റിൽ നമുക്കറിയാം കംപ്രസീവ് ഫോഴ്സ് ആണ്. കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. അപ്പോൾ കംപ്രസീവ് ഫോഴ്സ് എന്നുള്ളത് 0.36 FCK x ഇൻറ്റു ബി നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തായിരുന്നു. ഓക്കെ, ഇൻറ്റു ഡി മൈനസ് 0.42x. അഗെയിൻ ഈ ഒരു ഡെറിവേഷൻ ഒന്നും കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ഡോണ്ട് വറി, ബിക്കോസ് ഈ ഫൈനൽ വാല്യൂസ് IS കോഡ്, അതായത് അനക്സ് ജിയിൽ IS 456/2000 അനക്സ് ജിയിൽ ഈ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. അതായത് ഇൻ ടേംസ് ഓഫ് കോൺക്രീറ്റ് സ്ട്രെങ്ത്തും അതുപോലെ സ്റ്റീൽ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട്. ഓക്കെ, സോ 0.36 FCK x ഇൻറ്റു BD ഇൻറ്റു 1 മൈനസ് 0.42x ബൈ ഡി. ഓക്കെ, ഇത് റീറൈറ്റ് ചെയ്യുക. റീറൈറ്റ് ചെയ്തിട്ട് വി ആർ ഗെറ്റിംഗ് ദ ഫൈനൽ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതിൽ BD സ്ക്വയർ FCK. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? K ആയിട്ട് എടുക്കുകയാണെങ്കിൽ okay, XU by D, if we know the value for XU by D, we can easily find. Okay, so ഒരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് FV415 ആണെങ്കിൽ XU by Dയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 0.48 ആണ്.
ആ വാല്യൂ നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നു. അതായത് പേജ് 70 ആ വാല്യൂ. ഓക്കെ, XU/D. ഇപ്പോൾ 415 ആണെങ്കിൽ 48 ആണ് വാല്യൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇൻ പേജ് 70. അപ്പോൾ ഈ പേജ് 70 ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. XUവിന് പകരം 0.48 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് 0.138 FCK/BD². ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ ടേംസിനും ഉള്ള വാല്യൂ SP16, നമുക്ക് SP16 എന്ന് പറഞ്ഞിട്ടൊരു കോഡും ഉണ്ട്. ഓക്കെ, അതിൽ ടേബിൾ സിയിൽ ഈ വാല്യൂസും തന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അതായത് നമുക്ക് കംപ്ലീറ്റ് വാല്യൂസും കോഡിൽ തന്നിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ആ വാല്യൂസിൽ റീച്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അത് സിമ്പിളാണ്. ബിക്കോസ് ഈ ഇത്രയും അനലിറ്റിക്സ് അതായത് ന്യൂമറിക്കൽസ് കണ്ടിട്ട് അതായത് കണ്ടിട്ട് ഇത് വലിയ ടഫാണെന്ന് വിചാരിക്കേണ്ട. ബിക്കോസ് നമുക്കിപ്പോൾ കോൺക്രീറ്റിൻ്റെ ടേംസിൽ സ്ട്രെങ്ത് ആണ് വേണ്ടതെങ്കിൽ, ഓക്കെ, അതായത് കോൺക്രീറ്റിൻ്റെ ടേംസിലാണ് വേണ്ടെങ്കിൽ കോൺക്രീറ്റിൽ എന്താണ് ഫോഴ്സ്, കംപ്രഷൻ ഫോഴ്സ് ആണ്. സോ കംപ്രഷൻ ഫോഴ്സ് ഇൻറ്റു വി ഹാവ് ടു ഡു ദ ലിവർ ആം ഡിസ്റ്റൻസ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ്. സോ വി ഗെറ്റ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതേപോലെ സ്റ്റീലിൻ്റെ സ്ട്രെങ്ത്തിലാണ് വേണ്ടതെങ്കിൽ നമുക്കറിയാം സ്റ്റീൽ ടെൻഷനാണ്. സോ ടെൻഷൻ ഇൻറ്റു liver arm distance, that will give you the moment. Again, in terms of percentage of steel, okay, സ്റ്റീലിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ പെർസെൻറ്റേജിൽ നമുക്ക് കിട്ടിയായിരുന്നു. ഇനി പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിൽ വേണം. ഓക്കെ, സോ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് വെച്ചാൽ എന്താ? അതായത് ഇങ്ങനെ ഒരു സെക്ഷൻ, ഈ ഒരു സെക്ഷനിൽ നമുക്കറിയാം സ്റ്റീൽ ഇങ്ങനെ പോകുന്നത് അല്ലേ. ഇങ്ങനൊരു ബീമാണെങ്കിൽ സ്റ്റീൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, ഈ ക്രോസ് സെക്ഷണൽ ഏരിയയാണ് നമ്മൾ AST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഇൻ ദിസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? AST എന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ ദിസ് ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ B ഇൻറ്റു D. ഓക്കെ, സോ ദിസ് ഇസ് B, ദിസ് ഇസ് D. അപ്പോൾ എന്ത് വരും? പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു AST ബൈ BD. ഓക്കെ, AST ബൈ ടോട്ടൽ ഏരിയ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ AST ബൈ BD എന്നുള്ള ഇവിടെ ഉള്ള ഈ വാല്യൂവിന് പകരം P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ്സ് ദ ഓൺലി തിങ് വിച്ച് വി ഹാവ് ടു ഡു ഹിയർ. അതായത് ഈ ഒരു ഇക്വേഷൻ, ഓക്കെ, ഈ ഇക്വേഷനും നിങ്ങൾക്ക് IS 456 Annex Gയിലുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? AST ബൈ BDക്ക് പകരം P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P/100. ഓക്കെ, P/100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ ഈ AST ബൈ BDക്ക് P/100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ AST ബൈ D ഉള്ളൂ. സോ P വി ഹാവ് ടു ഡു വാട്ട്? P/100. ഓക്കെ, P/100 ഇൻറ്റു ഒരു BDയും കൂടെ. ഓക്കെ, സോ ഫൈനലി വി ആർ ഗെറ്റിംഗ് ഇറ്റ് ലൈക്ക് ദിസ്. ക്ലിയർ? സോ ഇങ്ങനെ 3 ടേംസിൽ ഇപ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഇൻ ടേംസ് ഓഫ് strength of steel, strength of concrete and the percentage of steel. Okay, again steel area for balanced reinforced section. Okay, we have to calculate steel area. AST ആണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, AST എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ബാലൻസ്ഡ് സെക്ഷൻ്റെ കാര്യം നമുക്കറിയാം. ബാലൻസ്ഡ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ബാലൻസ്ഡ് സെക്ഷനിൽ എന്താ? ടെൻഷൻ ഇൻ സ്റ്റീൽ. ഓക്കെ, ടെൻഷൻ ഇൻ സ്റ്റീൽ ഇസ് ഈക്വൽ ടു ടെൻഷൻ ഇൻ കംപ്രഷൻ ഇൻ കോൺക്രീറ്റ്. അതാണ് ബാലൻസ്ഡ് സെക്ഷൻ. ഓക്കെ, ഫെയിലിയർ പോയിന്റിൽ ടെൻഷൻ ഇൻ സ്റ്റീൽ ഇസ് ഈക്വൽ ടു കംപ്രഷൻ ഇൻ കോൺക്രീറ്റ്. സോ ടെൻഷൻ ഇൻ സ്റ്റീൽ നമുക്കറിയാം, കംപ്രഷൻ ഇൻ കോൺക്രീറ്റ് നമുക്കറിയാം. ഓക്കെ, ടെൻഷൻ ഫോഴ്സ് ആൻഡ് കംപ്രഷൻ ഫോഴ്സ് അറിയാം. ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അഗെയിൻ ഡിവൈഡിങ് D ഓൺ ബോത്ത് സൈഡ്സ്, ഡിവൈഡിങ് ബൈ D ചെയ്യുക. സോ വി ഗെറ്റ് AST ബൈ BD. ഓക്കെ, ഈ B ഇങ്ങോട്ടേക്ക് എടുക്കുക. സോ AST ബൈ BD is equal to 0.36. Okay, so AST by BD is equal to 0.36 FCK divided by 0.87 FY. Okay, into XU by D. Again, ഇത് percentage of steel in the terms ആണെങ്കിൽ AST by BD എന്ന് വെച്ചാൽ എന്താ? Percentage of steel into 100 divided by 100 ആണ്. ഓക്കെ, സോ അതും കൂടെ ക്ലിയർ. സോ ദിസ് ഈസ് വാട്ട് വി ആർ ഗെറ്റിംഗ്. സോ ദിസ് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കോഡിൽ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഡയറക്ട്ലി ഫ്രം ദി കോഡ്. ഓക്കെ, ഡെറിവേഷൻ ഇല്ല, പക്ഷേ ദ മെത്തേഡ് ഓഫ് റീച്ചിങ് ദ ഡെറിവേഷൻ ആണ് നിങ്ങൾക്ക്
ഈ ഓരോന്നിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അതായത് ഫൈനൽ വാല്യൂസ് എല്ലാം കോഡിലുണ്ട്. ബട്ട് ഈ പോർഷൻസ് നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങളിപ്പോൾ നോക്കാൻ നേരത്ത് കുറച്ച് കൺഫ്യൂസ്ഡ് ആകും. ഓക്കെ, ബട്ട് ടേക്ക് യുവർ ടൈം ആൻഡ് ഗോ ത്രൂ ദിസ് തറലി. ഓക്കെ, വരുന്ന ഓരോ കാര്യങ്ങളും ഇറ്റ് ഈസ് ആക്ച്വലി കോൺസെപ്റ്റ് സിമ്പിളാണ്, ബട്ട് യു ഹാവ് ടു ഇറ്റ് വിൽ ബി കൺഫ്യൂസിങ്, കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇത് നോട്ടിലേക്ക് ഇപ്പോൾ ഇതേപോലെ തന്നെ എഴുതിയിട്ട് ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം ഒന്ന് നോക്കി പോകുമ്പോഴത്തേക്ക് ദിസ് വിൽ ബി, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് കിട്ടും. ഓക്കെ, സോ താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ്. സോ അഗെയിൻ ബിഫോർ വൈൻഡിങ് അപ്പ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡെറിവേഷൻസ് കുറവാണ്, പക്ഷേ ഈ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അഗെയിൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ബാലൻസ്ഡ്, ഓവർ ബാലൻസ്ഡ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസിൽ നിന്നാണ്. ആൻഡ് പിന്നെ സ്ട്രെസ് ബ്ലോക്ക് അത് വരയ്ക്കാനായിട്ടും ചോദിച്ചിട്ടുണ്ട്, സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാംസ്. ഓക്കെ, ദെൻ ഹിയർ പിന്നെയും സെയിം ക്വസ്റ്റ്യൻ തന്നെ, 3rd 4th സെയിം ക്വസ്റ്റ്യൻ, 5th സെയിം ക്വസ്റ്റ്യൻ. അഗെയിൻ 6th ക്വസ്റ്റ്യൻ ഒരു ഡെറിവേഷൻ ആണ് കേട്ടോ, അതായത് സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സ്, അതായത് ആ 0.0035, അതുപോലെ തന്നെ എപ്സിലോൺ എസിൻ്റെ വാല്യൂ 0.445 FCK, ആ വാല്യൂസിൻ്റെയൊക്കെ ഒരു ഡെറിവേഷനാണ്. അതുപോലെ തന്നെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസും ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഈ ഡെറിവേഷൻസ് ഒക്കെ നോക്കിയിട്ട്, സോ ദാറ്റ്സ് ഇറ്റ്.